നമസ്കാരം പ്രിയമുള്ളവരെ, നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതി അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ സംസ്ഥാനത്ത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ മാതൃജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. വിവിധ വെല്ലുവിളികൾ നേരിടുന്ന, അത് 60% അതിന് മുകളിലുമൊക്കെ വിവിധ അവസ്ഥകൾ നേരിടുന്നവർക്ക് സാമ്പത്തിക ധനസഹായം, പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് പ്രതിവർഷം 2000 രൂപ ഇത് 2 വർഷക്കാലത്തേക്ക് പരമാവധി 2 വർഷം ലഭിക്കുന്ന ഒരു സ്കീമാണിത്, മാതൃജ്യോതി പദ്ധതി. ഈ സ്കീമിൽ ഒരു അമ്മയ്ക്ക് 2 പ്രാവശ്യം വരെ ക്ലെയിം ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ യോഗ്യത നേടുന്നവർ ഇതിലേക്ക് അപേക്ഷ വെക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ വൈകല്യത്തിൻ്റെ ശതമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖകളിൽ പെശകൊന്നുമില്ലാതെ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കൈത്താങ്ങ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായമായിട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സ്കീമിനെ പറ്റിയുള്ള എല്ലാ വിശദ വിവരങ്ങളും ഇന്ന് രാവിലെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമൂഹ്യ നീതി വകുപ്പ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി വഴി കൃത്രിമ പല്ല് സെറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ധനസഹായം നൽകുന്നുണ്ട്. നിലവിൽ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിൽ സൗജന്യമായിട്ട് പല്ല് സെറ്റ് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ധനസഹായവും സംസ്ഥാന സർക്കാരാണ് അനുവദിക്കുന്നത്. അപ്പോൾ ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ, പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി സർക്കാർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിവർഷം 1500 മുകളിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വമ്പൻ പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവരെല്ലാം അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. റേഷൻ കാർഡിൻ്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ ഒരു ഡെൻ്റൽ സർജൻ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് പല്ലുകൾ കേടാണെങ്കിൽ അത് മുഴുവനും മാറ്റേണ്ടത് ആ സാഹചര്യം വന്നിട്ടുണ്ട് എന്നൊക്കെ തെളിയിക്കുന്ന രേഖകളാണ് കൃത്യമായിട്ട് ഹാജരാക്കേണ്ടത്. അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റോ റേഷൻ കാർഡോ മതിയാകും. ഇനി മറ്റ് നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അക്ഷയ, ജനസേവ, അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകളിൽ ഒരുക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് 2025 പുതിയ റബ്ബർ കൃഷികൾ ചെയ്തിട്ടുള്ളവർക്ക്, റബ്ബർ തൈ നട്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ സർവീസ് പ്ലസ് സോഫ്റ്റ്വെയർ ഒക്കെ വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അപേക്ഷ വെക്കുന്നതിന് മുൻപ് തന്നെ അപേക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള രേഖകൾ, കൃത്യമായ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ റബ്ബർ ബോർഡുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖല ഓഫീസുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംശയ നിവാരണം വരുത്തിയ ശേഷം മാത്രം അപേക്ഷകൾ വയ്ക്കുക. കാരണം വർഷങ്ങൾക്ക് ശേഷം സബ്സിഡി പുനഃസ്ഥാപിച്ച് കിട്ടുകയാണ്. പല കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മളുടെ അപേക്ഷ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ അപേക്ഷ വയ്ക്കേണ്ട ഒരു രീതി ആയതിനാൽ കൃത്യമായിട്ട് നമ്മളുടെ രേഖകളെല്ലാം ശരിയാണോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ എല്ലാ സഹായങ്ങളും ബോർഡിൽ നിന്ന് മേടിച്ച ശേഷം മാത്രം, അതായത് കൃത്യമായിട്ട് സംശയ നിവാരണം എല്ലാം വരുത്തിയ ശേഷം മാത്രം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംവരണ വിഭാഗങ്ങൾക്ക്, സംവരണേതര വിഭാഗങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് സ്കോളർഷിപ്പുകൾ നീക്കി വെച്ചിട്ടുണ്ട്. ഉയർന്ന മാർക്ക് 80% അതിന് മുകളിലും മാർക്ക് നേടിയവർക്കാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഫ്രഷ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസരം വരെയുള്ളത്. പരമാവധി 12,000 രൂപ മുതൽ 20,000 രൂപ വരെ ലഭിക്കുന്ന സ്കോളർഷിപ്പ് സ്കീമാണിത്. അപേക്ഷകൾ ഒക്ടോബർ മാസം 31-ാം തീയതി വരെ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.